ഒന്ന് പണിയുന്ന ഭായി കേട്ടോ. ഭായിക്ക് മലയാളം പാട്ട് പാടാൻ അറിയോ? അറിയാലോ. ഒന്നൊരു പാട്ട് പാടിക്കേ. വൈശാഖ സന്ധേ നിൻ ചുണ്ടിലിന്തേ അരുമ സഖിതനധര കാന്തിയോ ഓമലേ പറയൂ നീ വിണ്ണിൽ നിന്നും പാറി വന്ന ലാവണ്ണമേ. കൊള്ളാം കേട്ടോ. നോക്കിയേ, ഭായി തകർത്തു. കബീർ അല്ലേ? കബീർ വെസ്റ്റ് ബംഗാളിലെ എവിടെയാ? വെസ്റ്റ് ബംഗാളിലെ നദിയ ജില്ലയിലെ കറിമ്പ് ടൗണിലാണ് എന്റെ വീട്. ഭായി പണിയണത് പെയിന്റ് പണിയാണ്. പെയിന്റിങ്ങിന്റെ പറക്കല്ലേ? ഭായി എവിടെയാ ശരിക്കും ഇവിടെ താമസിക്കുന്ന? റൂം എവിടെയാ? ഇപ്പോ കൂത്താട്ടുകുളം ടൗണില്. കൂത്താട്ടുളം ടൗണിലാണ്. എത്ര നാളായി ഈ പാട്ടുകൾ, മലയാളം പാട്ടുകളൊക്കെ കേട്ടു തുടങ്ങിയിട്ട്? 10 വർഷമായി. 10 വർഷമായി. ഇതിനു മുമ്പ് ഹിന്ദി പാട്ടുകളൊക്കെ കേൾക്കുന്നുണ്ട്. മലയാളം പാട്ടിൽ ആരെയാണ്? ഹിന്ദി കിഷോർ കുമാർ സാറിന്റെ, പിന്നെ മലയാളത്തിലെ കെ ജെ സുധ സാറിന്റെ, യേശുദാസ് സാറിന്റെ പാട്ടൊക്കെ കേട്ടിട്ടുണ്ട്. വളരെ ഇഷ്ടമാണ്. മലയാളം ഇഷ്ടമാണ്. കേരളക്കാരെല്ലാരും ഇഷ്ടമാണ്. എല്ലാവരും ഇഷ്ടമാണ്. അപ്പൊ ഭായി നാട്ടിലിടയ്ക്ക് പോകാറുണ്ടോ? ഇപ്പൊ പോകാൻ പറ്റൂല, തിരക്കായോണ്ട്. ഒരുപാട് പണിയുണ്ട് കേട്ടോ. അപ്പൊ ഒരു പാട്ടും കൂടെ പഠിക്കും. ഒരു പാട്ടും കൂടെ പഠിക്കുക, ഏതെങ്കിലും മലയാളം അല്ലേ? നിന്റെ കണ്ണിൽ വിരുന്നു വന്നു നീലസാഗര വീജികൾ, നിന്റെ കണ്ണിൽ വിരുന്നു വന്നു നീലസാഗര വീജികൾ. അടിപൊളി. അപ്പൊ ദിലീപിന്റെ അടുത്തൊരു പാട്ടും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ പെയിന്റ് പണിക്കൊക്കെ പോകുമ്പോ ഭായി ഒരുപാട് മലയാളികൾ ഈ പാട്ടുകളെ കേൾക്കില്ലേ? ഭായി ആയിട്ടുള്ള ഒരാൾ ഇത്രയും നല്ല അടിപൊളിയായിട്ട് മലയാളം പാട്ട് പാടുമ്പോൾ ആൾക്കാരുടെ റെസ്പോൺസ് ഉണ്ടോ? മലയാളികളുടെ എല്ലാവരും കൂടുതൽ സപ്പോർട്ട് ചെയ്യാനുണ്ട്. നല്ല സപ്പോർട്ട് ചെയ്യാറുണ്ട്. പണി സൈറ്റിലൊക്കെ പാടാറുണ്ടോ? അതുപോലെ ഫുൾ ടൈം മലയാളം പാട്ടൊക്കെ പോയി പാടിപ്പിക്കും അല്ലെ? സോറി. അപ്പൊ അങ്ങനെ പാട്ടൊക്കെ പാടി അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. സ്റ്റേജ് പ്രോഗ്രാമിലൊക്കെ നാട്ടിൽ പാടാറുണ്ടോ? നാട്ടില് പോയിട്ടുണ്ട്. കൂത്താട്ടുകളത്തൊക്കെ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട്? ഇല്ല, കൂത്താട്ടുള്ളത് കിട്ടിയിട്ടില്ല. അപ്പൊ എന്തായാലും ഇത് വീഡിയോ കാണുന്നവർ പുള്ളിക്ക് ഒരു അവസരം കൊടുക്കണം കേട്ടോ. ഇത്രയും നന്നായിട്ട് മലയാളം പാട്ട് പാടുന്നത്, മലയാളം നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും പിന്നെന്തോ ഒരു ആൽബത്തിൽ എന്തോ പാടിയ ഒരു ഫോട്ടോ ഞാൻ കണ്ടല്ലോ. ഹിന്ദി ആൽബം, ഹിന്ദി സോങ്സ് ആണ്, അതും പാടിയിട്ടുണ്ട്. അപ്പൊ ഭായി ഈ ബ്രഷ് പിടിക്കേണ്ട ആളല്ല കേട്ടോ. കയ്യിൽ നല്ല അടിപൊളിയായിട്ട് മൈക്കൊക്കെ പിടിച്ച് പാടി തകർക്കേണ്ട ആളാണ്. ഒരു പാട്ടും കൂടെ മലയാളം പാട്ട് പഠിക്കുക, ഏതെങ്കിലും ഒരു പാട്ട്. പൂമാനമേ ഒരു രാഗമേ ഹംതാ, പൂമാനമേ ഒരു രാഗമേ ഹംതാ. അടിപൊളി. അപ്പൊ എന്തായാലും ഈ ബ്രഷ് പിടിച്ചോണ്ടിരിക്കുന്ന ആളല്ല. എന്താണ് ആഗ്രഹം? ഭായിയുടെ ആഗ്രഹം? കേരളത്തിൽ സ്റ്റാർ സിംഗറിൽ പോകണം. കേരളത്തിന് സ്റ്റാർ സിംഗർ ആകണം എന്നൊരു ആഗ്രഹം ഉണ്ട് ഭായിക്ക് അല്ലേ? ഭായിക്ക് ഇവിടെ സപ്പോർട്ടർ ഉണ്ടോ കേരളത്തില്? ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പൊ എന്താ ഈ ഭായിയുടെ ഇത്രയും സപ്പോർട്ട് ചെയ്ത ഒരാളുണ്ട്. ആരാ ഭായി പറഞ്ഞോ? ഈ ചേട്ടന്റെ പേര് പേരെങ്ങനെ? എവിടെയാ? നാട്ടിലെവിടെയാ? നാട്ടില് കണ്ണൂർ, തലശ്ശേരി. എങ്ങനെയുണ്ട് നമ്മുടെ ഭായിയുടെ പാട്ട് കേട്ടിട്ട്? പാട്ടാണ്. എന്റെ റൂമിന്റെ ഇപ്പുറ താമസിക്കുന്നത്. അങ്ങനെ പരിചയപ്പെട്ടാണ്. അപ്പൊ എന്തായാലും നല്ല രീതിയിൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ അല്ലേ? കാരണം പെയിന്റിംഗ് പണിയിൽ നിന്ന് തരേണ്ട ആളല്ല. നല്ല രീതിയിൽ ഇത്രയും ഒരു എഫോർട്ട് എടുത്ത് പാട്ടൊക്കെ പഠിക്കണമെങ്കിൽ, അത് മലയാളം പാട്ടൊക്കെ പഠിക്കണമെങ്കിൽ നല്ല ടഫുള്ള വേർഡുകളാണ് പലതും. അപ്പൊ എന്തായാലും ഈ ഒരു